ഹായ് ഫ്രണ്ട്സ്, നമ്മളുടെ ടോയ് വർക്ക്ഷോപ്പിലേക്ക് ഏറ്റവും ഉപകാരമുള്ള ഒരു ഐറ്റം ഉണ്ടാക്കിയതിൻ്റെ വീഡിയോയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് 5 ഇഞ്ചിൻ്റെ ഒരു ഫൈബർ കപ്പി വാങ്ങിയിട്ടുണ്ട്, ബോൾ ബെയറിംഗ് ഒക്കെ ഉള്ളത്. നല്ല കട്ടിയുള്ള 6 ഇഞ്ചിൻ്റെ റൗണ്ട് മെറ്റൽ പ്ലേറ്റും വാങ്ങിയിട്ടുണ്ട്. അതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്ത് ഇതുപോലെ തുളച്ചെടുക്കുന്നുണ്ട്. ആ കപ്പിയുടെ ഷാഫ്റ്റ് കയറുന്ന രീതിയിലാണ് നമ്മൾ തുളച്ചെടുത്തേക്കുന്നത്. ഇനി നമുക്കത് പ്രൈമർ അടിച്ചെടുക്കുന്നുണ്ട്. ബ്ലാക്ക് പ്രൈമറാണ് ഞാൻ അടിക്കുന്നത്. ബ്രാൻഡഡ് ആയിട്ടുള്ള കമ്പനിയുടെ 2 പ്ലാസ്റ്റിക് സ്റ്റൂളുകൾ നമ്മൾ വാങ്ങിയിട്ടുണ്ട്, ഒരുപോലെയുള്ളത് 2 കളറിലാണെന്ന് മാത്രം. അതിനുശേഷം മാർക്ക് ചെയ്തിട്ട് നട്ട് ബോൾട്ട് ഇട്ട് മുറുക്കാൻ ഭാഗത്തിന് തുളച്ചെടുക്കുന്നുണ്ട്. ഇനി ആ കപ്പിയുടെ ഷാഫ്റ്റ് ഈ പ്ലേറ്റിലേക്ക് നന്നായിട്ട് ടൈറ്റാക്കി വയ്ക്കുന്നുണ്ട്. സ്റ്റൂളിൻ്റെ കൃത്യം സെൻറ്റർ നോക്കി നമ്മൾ ഇതുപോലെ തുളച്ചെടുക്കുന്നുണ്ട്. ശേഷം ആ പ്ലേറ്റ് വെച്ച് നമുക്ക് മാർക്ക് ചെയ്തെടുക്കണം. അതിനുശേഷം നട്ട് ബോൾട്ട് ഇട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഉള്ളിൽ വാഷറും കൂടെ ഇട്ടിട്ടാണ് ടൈറ്റ് ചെയ്തെടുക്കുന്നത്. ഇനി ആ കപ്പി ഇറക്കിയിട്ടിട്ട് നമ്മൾ മേളിൽ നട്ടിട്ട് മുറുക്കണം. കപ്പി നല്ല ഫ്രീ ആയിട്ട് ചുറ്റുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റൂള് സെൻറ്ററിൽ അതുപോലെ തന്നെ തുളയിട്ടെടുക്കണം. എന്നിട്ട് തിരിച്ചു വെച്ചിട്ട് നമ്മൾ കറക്റ്റ് 3 പോയിന്റുകൾ മാർക്ക് ചെയ്യുകയാണ്. അവിടെ ഇതുപോലെ തുളയിട്ടെടുക്കുകയാണ്. ഇനി ആ തുള കൃത്യം സെൻറ്ററിൽ വെച്ചിട്ട് നമുക്ക് ആ കപ്പിയിലേക്ക് മാർക്ക് ചെയ്തെടുക്കണം. കപ്പി ആ 3 പോയിന്റുകളും തുളച്ചെടുത്തിട്ട് നട്ട് ബോൾട്ട് ഇട്ട് മുറുക്കുകയാണ്. ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതുപോലെ ടോയ് വണ്ടികളൊക്കെ നിലത്ത് ഇരുന്നിട്ട് പണിയുമ്പോഴത്തേക്കും നടുവിന് നല്ല സ്ട്രെയിൻ ആയിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. അല്പം ഹൈറ്റ് കൂടുതലാണ്, അതുകൊണ്ട് നമുക്ക് ആ ബേസിൽ വരുന്ന സ്റ്റൂളിൻ്റെ കാല് ഇതുപോലെ കട്ട് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഹൈറ്റ് കൃത്യമായിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതുപോലെ നമുക്ക് ഇരുന്ന് പണിയാൻ പറ്റും, നടുവിന് സ്ട്രെയിൻ ഇല്ലാതെ. വണ്ടി റൊട്ടേറ്റ് ചെയ്ത് 4 വശങ്ങളും വർക്ക് ചെയ്യുമ്പോഴത്തേക്കും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അല്പം കൂടി സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മളൊരു നല്ല മറൈൻ പ്ലൈവുഡിൻ്റെ പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് സ്ക്രൂ ചെയ്ത് സെറ്റ് ചെയ്യുന്നുണ്ട്. നല്ല കിടിലിനായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ മൾട്ടിവുഡ് കൊണ്ടുണ്ടാക്കിയ ബോക്സ് ഒക്കെ തന്നെ ഇതിൽ വെച്ചിട്ടാണ് ഞാൻ സ്ക്രൂ എല്ലാം ചെയ്തെടുത്തത്. അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് സർവീസിന് വന്ന വണ്ടി നമ്മൾ ഇതിൽ വെച്ചിട്ടാണ് ചെയ്തത്. നല്ല യൂസ്ഫുൾ ആയിരുന്നു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു.